അതിനായിട്ടാണ് ഞാൻ കാത്തിരുന്നു. എനിക്കൊരു ജീവൻ തരാമെന്ന് പറഞ്ഞാണ് നീ എന്നെ കൊണ്ടുപോയത്. എന്റെ ജീവനെ ഈ ദ്രോഹി നശിപ്പിച്ചു. നീ മറ്റൊരു പേരിൽ നീ എന്നെ കൂട്ടുന്നു. എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ യാചിച്ചു. നീ തന്നില്ല. ഈ മരുമകന് വേണ്ടി നീ എത്ര നിയമനങ്ങൾ നടത്തി. എനിക്കൊരു വിചാരണയില്ല, വിധി മാത്രം. നിങ്ങൾ രണ്ടുപേരും ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഞാൻ കാണണം. അതിനു മുമ്പ് സ്വന്തം മകളോ ഭാര്യയോ വേദനയും അപമാനവും കൊണ്ട് പിടയുന്നത് കാണുമ്പോ ഒരു മനുഷ്യന്റെ മനസ്സ് എത്ര വേദനിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ദേഹത്ത് ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു. തീയെ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് നിങ്ങൾ ഇവരും കാണണം. ഒഴിക്കടാ. No. എങ്ങട്ടാ? നിർമ്മൽ ചേച്ചി നശിപ്പിച്ചത് ഭദ്രനാണ്. മോനെ പറയടാ, എല്ലാം പറ. ഇനി ഇവനെ കൊണ്ട് നമുക്ക് ഉപയോഗമില്ല, തിരിച്ചു കൊണ്ടുപോകാനാവത്തുമില്ല. പോലീസിന്റെ എച്ചിലൊക്കെ തിരിച്ചു വന്ന ഈ പട്ടിയെ ഇനി നമുക്ക് ആവശ്യമില്ല. അതേടാ, ഇനി നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിന്റെ ഭാര്യയിൽ നിന്ന് നിന്നെ വേർപ്പെടുത്തിയാലെങ്കിലും നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് കരുതി ഞാൻ തന്നെയാണ് നിന്റെ ഭാര്യയെ നശിപ്പിച്ചത്. ആ കുറ്റം മോഹനിൽ ചുമത്തിയാൽ നീ പോലീസിനെ വെറുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയ നിന്നെ ഇനി ഞങ്ങളുടെ കൂടെ വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. എന്തുവാണോ നോക്കിയിരിക്കുന്നത്? ഓടി പറയണം. മോനെ 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 ഗംഗേട്ടനെ രക്ഷിക്കുവച്ച. ഗംഗേട്ടൻ പാവമാണ്. പോകച്ച, പോകൂ.
ഗംഗ, ഞാൻ അങ്ങയെ വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കൂ. എന്റെ പ്രതികാരം തീർന്നു. നിർത്തോ, നിർത്താൻ. നിങ്ങൾ എല്ലാവരും ആയുധങ്ങൾ ഈ കാൽക്കൽ വെക്കൂ. മോനെ, 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 അങ്ങനെയൊക്കെ ജീവിതം തന്നു. അതനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. അങ്ങയുടെ കുടുംബത്തിന് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തു. എന്റെ തെറ്റുകൾക്ക് മാപ്പില്ല എന്ന് എനിക്കറിയാം. അങ്ങക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് ഒരു യാചന മാത്രം. മോനെ, ബിജുമോനെ, അവന്റെ സംസ്കാര സ്ഥലത്ത് വരെ എടുത്തു ചെല്ലാൻ അങ്ങനെ അനുവദിക്കണം.